എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ടീം ലീഡർക്കുണ്ടാവേണ്ട ആദ്യത്തെ ക്വാളിറ്റിയായി ഞാൻ കാണുന്നത് അയാൾ അപ്രോച്ചബിൾ ആയിരിക്കണം എന്നതാണ്. എന്താണ് അപ്രോച്ചബിൾ എന്ന് പറയുന്നത്? നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ നിങ്ങളെ സമീപിക്കുമ്പോൾ സമീപിക്കാൻ പറ്റുന്ന ആളായിരിക്കണം എന്നാണ്. ഒരു ഓൺട്രപ്രണർ, ഒരു ടീം ലീഡർ എന്ന് കരുതുക. അദ്ദേഹത്തിന് സമീപിക്കാനേ പറ്റില്ല, അദ്ദേഹം വളരെ ടഫാണ് എങ്കിൽ ആളുകൾ നിങ്ങളോട് ഓപ്പൺ ആയിരിക്കില്ല, ഹോണസ്റ്റ് ആയിരിക്കില്ല എന്നാണ്. എത്രയോ വലിയ ലീഡർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരെല്ലാം ഭയങ്കര അപ്രോച്ചബിളാണ്, ജാട കാണിക്കില്ല എന്നാണ്. അപ്പോൾ അത്തരം അപ്രോച്ചബിൾ അല്ലാത്ത ലീഡർമാരുടെ അടുത്ത് ഫോളോവേഴ്സ് നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നില്ല. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ നിങ്ങളെ നിങ്ങൾ പൊളിറ്റിക്കലിൽ തന്നെ നോക്കിക്കോളൂ. ചില അപ്രോച്ചബിളായ ലീഡർമാർക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും, ചില ലീഡർമാർ അപ്രോച്ചബിൾ ആയിരിക്കില്ല. അവർ വലിയ മികച്ച ആളുകളായിരിക്കാം, പക്ഷേ അവർക്ക് അവരുടെ പിന്നിലൊരു ടീം അവരെ അത്രയും ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു ടീം മികച്ചതാകണമെങ്കിൽ അയാൾ അപ്രോച്ചബിൾ ആയിരിക്കണം എന്നാണ്. അയാളുടെ അപ്രോച്ചബിലിറ്റി എങ്ങനെയാണ്? അയാളുടെ പെരുമാറ്റത്തിലൂടെയാണ് അയാൾ അപ്രോച്ചബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു ബാങ്കിൽ കയറി ചെല്ലുമ്പോൾ ആ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ 4 കസേരയിൽ 4 ആളുകൾ ഇരിക്കേണ്ടെന്ന് കരുതുക. നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ആളെയും പരിചയമില്ല. ചിലരുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ തോന്നും. ഈ 4 പേരിൽ ചിലരുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ തോന്നും, ചിലരുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ തോന്നില്ല. എന്തുകൊണ്ടാണ് ചെല്ലാൻ തോന്നുന്നത് ചിലരോട്? അവർ അപ്രോച്ചബിളാണ്. അവരുടെ ഇരിപ്പ്, അവരുടെ നോട്ടം, അവരുടെ മുഖത്തെ ഭാവങ്ങൾ, അവർ സമീപിക്കാൻ പറ്റുന്നവരാണ് എന്ന് മെസ്സേജാണ് കൊടുക്കുക. ഒരു മികച്ച ടീം ലീഡർ അത്തരം സമീപനങ്ങൾ ഉള്ള ഒരാളായിരിക്കണം. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അങ്ങനെ ആയിരിക്കണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒരു അപ്രോച്ചബിൾ അല്ലാത്ത ഒരാൾ ഒരു മികച്ച ടീം ലീഡർ ആവാൻ സാധ്യതയില്ല. ഇത് എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. ഇതിന് വിപരീതമായി പറയുന്ന ആളുകളുമുണ്ട്. ഒരു ലീഡർ അപ്രോച്ചബിൾ ആയിരിക്കരുത്, എപ്പോഴും കുറച്ച് വെയിറ്റ് ഇട്ട് നിൽക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. വെയിറ്റ് ഇട്ട് നിൽക്കേണ്ടത് നിങ്ങളുടെ ചില കാര്യങ്ങൾ പുറത്ത് കാണിച്ചാൽ പ്രശ്നമാകും എന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റിയാലിറ്റി, നിങ്ങൾ ഒരാളോട് അടുക്കുമ്പോൾ നിങ്ങളുടെ നന്മ നന്നായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് അപ്രോച്ചബിൾ ആയിരിക്കുക എന്നത് ഒരു ടീം ലീഡറുടെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയായി ഞാൻ കാണുന്നു.